പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിപ്പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇപ്പോഴും ഇന്നും തോന്നിയിട്ടുണ്ടാകും, മടി പിടിച്ചിട്ടുള്ളവരാണ് നമ്മൾ. മടിയുണ്ട്, മടുപ്പുണ്ട്, രണ്ടും രണ്ടാണ്. ഇത് രണ്ടും നമുക്ക് തോന്നിയിട്ടുണ്ടാവും. നമുക്ക് പലപ്പോഴും ജീവിതത്തോടൊരു വിരസത തോന്നും. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവർത്തന വിരസത കാരണം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എല്ലാ ദിവസവും ഒരേ ജോലി, എല്ലാ ദിവസവും കാണുന്ന ഒരേ ആൾക്കാർ, എല്ലാ ദിവസവും ഒരേ പണി, ഒരേ സ്ഥലം, ഒരേ വ്യക്തികൾ, ഒരേ സംഭാഷണം, ഒരേ കമ്പ്യൂട്ടർ, എവറിത്തിങ്. അപ്പോൾ ഇത് കാരണം ഇങ്ങനെ ബോറടിക്കുന്നു, മടി പിടിക്കുന്നു, മടുപ്പ് തോന്നുന്നു. നമുക്ക് ഇതൊക്കെ ഇട്ടേച്ച് എറിഞ്ഞിട്ട് പോകാൻ, എല്ലാം നാളത്തേക്ക് വെക്കാൻ, ഇതിലൊരു രസമില്ല എന്നൊക്കെ പറഞ്ഞ ഒരു നിസ്സംഗതാഭാവത്തിലേക്കൊക്കെ നമ്മൾ പോയി നമ്മൾ ഈ താലന്തുകൾ കുഴിച്ചിടാറുണ്ട്. നമ്മൾ ഫലം ചൂടാതിരിക്കുന്നുണ്ട്. നമ്മൾ ഭാവിയെക്കുറിച്ച് സീരിയസ് ആവാതെ ഇച്ചിരി മടി പിടിച്ച് മടുപ്പ് പിടിച്ചിരിക്കാറുണ്ട്. തമ്പുരാന് ഇതത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. വിശേഷങ്ങളിൽ നമുക്കെല്ലാവർക്കും കോമണായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് ഈശോ പറഞ്ഞ കഥകൾ, ഈശോയുടെ ഉപമകൾ. ഒരുപാട് ഉപമകൾ ഈശോ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരല്പം വാണിങ്ങോടുകൂടി, ഒരല്പം സീരിയസ് ആയിട്ട് ഈശോ പറയുന്ന ഒരു 3 ഉപമകളുണ്ട്. ശ്രദ്ധിച്ച് വായിച്ചാൽ നമുക്കത് പിടികിട്ടും. 1 10 കന്യകമാരുടെ ഉപമയാണ്. 2 ഫലം തരാത്ത അത്തിവൃക്ഷത്തിൻ്റെ ഉപമ. 3 കുഴിച്ചിട്ട നാണയത്തിൻ്റെ ഉപമ. ഈ 3 കഥകളും ഒരുമിച്ചെടുത്ത് വെച്ച് വായിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ ഈശോ പറഞ്ഞ ഒരു സിംഗിൾ തീമും നമുക്ക് മനസ്സിലാവും. ഭാവിയിലേക്ക് കരുതി വയ്ക്കാതെ ഇച്ചിരി മടി പിടിച്ച ഒരു 5 കന്യകമാരുണ്ട്. ഫലം കുറേ കാലം കാത്തിരുന്നിട്ടും നല്ല ഫലമൊന്നും ചൂടാതിരുന്ന ഒരു വൃക്ഷമുണ്ട്. കഴിവെല്ലാം കിട്ടിയിട്ടും താലന്ത് കിട്ടിയിട്ടും അത് ഇരട്ടിയാക്കാതെ, അത് ഉപയോഗിക്കാതെ കുഴിച്ചിട്ട നാണയത്തിൻ്റെ, അത് ഉപയോഗിക്കാതിരുന്ന ആളുടെ കഥയും കൂടെയുണ്ട്. ഇതിലെല്ലാം കോമൺ ആയിട്ട് കാണുന്ന ഒറ്റക്കാര്യം ഇതാണ്: മടി, മടുപ്പ്. ഇങ്ങനെയുള്ളവരെ ഈശോ നല്ല കിഴുക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈശോ അവർക്ക് നല്ല വാണിംഗ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഇതിനൊക്കെ ഉത്തരം തരേണ്ടി വരുമെന്ന് ഈശോ അല്പം സീരിയസ് ആയിട്ട് പറയുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊക്കെ ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ തോന്നിപ്പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ ഇപ്പോഴും ഇന്നും തോന്നിയിട്ടുണ്ടാകും, മടി പിടിച്ചിട്ടുള്ളവരാണ് നമ്മൾ. മടിയുണ്ട്, മടുപ്പുണ്ട്, രണ്ടും രണ്ടാണ്. ഇത് രണ്ടും നമുക്ക് തോന്നിയിട്ടുണ്ടാവും. നമുക്ക് പലപ്പോഴും ജീവിതത്തോടൊരു വിരസത തോന്നും. ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആവർത്തന വിരസത കാരണം ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. എല്ലാ ദിവസവും ഒരേ ജോലി, എല്ലാ ദിവസവും കാണുന്ന ഒരേ ആൾക്കാർ, എല്ലാ ദിവസവും ഒരേ പണി, ഒരേ സ്ഥലം, ഒരേ വ്യക്തികൾ, ഒരേ സംഭാഷണം, ഒരേ കമ്പ്യൂട്ടർ, എവറിത്തിങ്. അപ്പോൾ ഇത് കാരണം ഇങ്ങനെ ബോറടിക്കുന്നു, മടി പിടിക്കുന്നു, മടുപ്പ് തോന്നുന്നു. നമുക്ക് ഇതൊക്കെ ഇട്ടേച്ച് എറിഞ്ഞിട്ട് പോകാൻ, എല്ലാം നാളത്തേക്ക് വെക്കാൻ, ഇതിലൊരു രസമില്ല എന്നൊക്കെ പറഞ്ഞ ഒരു നിസ്സംഗതാഭാവത്തിലേക്കൊക്കെ നമ്മൾ പോയി നമ്മൾ ഈ താലന്തുകൾ കുഴിച്ചിടാറുണ്ട്. നമ്മൾ ഫലം ചൂടാതിരിക്കുന്നുണ്ട്. നമ്മൾ ഭാവിയെക്കുറിച്ച് സീരിയസ് ആവാതെ ഇച്ചിരി മടി പിടിച്ച് മടുപ്പ് പിടിച്ചിരിക്കാറുണ്ട്. തമ്പുരാന് ഇതത്ര ഇഷ്ടമുള്ള കാര്യമല്ല കേട്ടോ. മടി പിടിച്ചാൽ, മടുപ്പ് പിടിച്ചാൽ ഉണ്ടാകുന്ന പരിണിതഫലം എന്താണെന്ന് പഴയ നിയമത്തിൽ ഒരു വലിയ പുസ്തകത്തിൽ കിടപ്പുണ്ട്. പ്രഭാഷകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം സമയം പോലെ എടുത്ത് വായിക്കണം. നമുക്ക് ഈശോ പറയുന്നത് എന്നാ നോക്കാം. നമുക്ക് ഈ മടിയൊക്കെ മാറ്റാൻ, മടുപ്പൊക്കെ മാറ്റി കുറച്ചുകൂടി ഉഷാറായി ഉണർവുള്ളവരായിട്ട് നമ്മുടെ ജോലി, പഠനം, ശുശ്രൂഷയൊക്കെ ചെയ്യാൻ വേണ്ടി തമ്പുരാനെ തന്നെയാണ് മാതൃകയാക്കേണ്ടത്. ഈശോയിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. കുഞ്ഞായിരുന്നപ്പോൾ തന്നെ ആൾ ഭയങ്കര ആക്റ്റീവായിരുന്നു. 12-ാം വയസ്സിൽ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തുമ്പോൾ ഈശോ പറയുന്നൊരു കാര്യമുണ്ട്: ഐ ആം ഓഫ് ടു മൈ ഫാദേഴ്സ് ബിസിനസ്. ഞാൻ എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ വ്യാപൃതനാണ്. എൻ്റെ പിതാവ് ഇങ്ങോട്ട് അയച്ച ഒരു പണി ഏൽപ്പിച്ചിട്ടാണ്, ഒരു ജോലി ഏൽപ്പിച്ചിട്ടാണ്. അത് ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഇപ്പോഴേ എനിക്ക് ബോധമുണ്ടെന്ന് പറഞ്ഞ് ഈശോ ചെറുപ്പത്തിലെ ഒരു ഹീറോയിസം കാണിച്ചിരുന്നു. അത് അവസാനം വരെ നീണ്ടു നിന്നു. അതുകൊണ്ടാണ് 33-ാം വയസ്സിൽ കുരിശിൽ മരിക്കുമ്പോൾ കരങ്ങൾ വിരിച്ചു പിടിച്ചിട്ട് ഈശോ പറഞ്ഞത്, എല്ലാം പൂർത്തിയായി, ഇറ്റ്സ് ഓവർ. എന്നെ എൻ്റെ പിതാവ് ഏൽപ്പിച്ചതെല്ലാം ബ്യൂട്ടിഫുള്ളായിട്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസത്തിൻ്റെ അവസാനം കിടക്കാൻ പോകുമ്പോഴോ നമ്മൾ ശാന്തമായിട്ടിരിക്കുമ്പോഴോ ഒക്കെ നമുക്കിത് പറയാൻ പറ്റുന്നുണ്ടാവും. നമ്മളിപ്പോൾ പഠിക്കുന്നവരാണ്, ജോലി ചെയ്യുന്നവരാണ്, ശുശ്രൂഷ ചെയ്യുന്നവരാണ്, കുടുംബമുണ്ട്, ഒരുപാട് മേഖലകളിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വൈകുന്നേരം ആകുമ്പോൾ നമുക്കിത് പറയാൻ പറ്റുന്നുണ്ടോ? എൻ്റെ ദൈവം എന്നെ ഏൽപ്പിച്ചത് ഒരു മടിയും കൂടാതെ ഞാൻ ചെയ്തു തീർത്തു എന്ന്. നമുക്ക് പലപ്പോഴും പറ്റുന്നത് എന്താണ്? നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ നാളത്തേക്ക് നീട്ടി വെക്കുകയാണ്. നാളെ എന്ന് പറഞ്ഞ് അതിങ്ങനെ നീണ്ടു പോവാണ്. ഇന്ന് സബ്മിറ്റ് ചെയ്യാമായിരുന്നു ഈ പേപ്പർ, ഇന്ന് ഈ അസൈൻമെൻറ്റ് തീർക്കാമായിരുന്നു, ഇന്ന് ഈ ജോലി ചെയ്ത് തീർക്കാമായിരുന്നു, അറ്റ്ലീസ്റ്റ് ഇന്ന് ഈ തുണി കഴുകിയിടായിരുന്നു, ഇന്ന് തേച്ച് കേൾക്കാമായിരുന്നു, ഇന്ന് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാമായിരുന്നു, ഇന്ന് ഇയാളെ വിളിച്ച് സംസാരിക്കാമായിരുന്നു, ഇന്ന് ആ സ്ഥലത്തേക്ക് പോകാമായിരുന്നു. പലതും നമ്മൾ നാളത്തേക്ക് വെച്ചു. നമ്മുടെ പ്രയോറിറ്റി ലിസ്റ്റ് നമ്മളിങ്ങനെ കൊളാക്കി വെച്ച് നമ്മൾ പലതും മടി പിടിച്ച് ഇങ്ങനെ നീട്ടി വെച്ചു. ഇങ്ങനെ മടിയും മടുപ്പും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി ഈശോയെ പോലെ ഉഷാറായിട്ട് ആക്റ്റീവായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് തമ്പുരാൻ നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുക. പലപ്പോഴും നമുക്ക് ഈ മടി പിടിക്കുന്നതിൻ്റെ പിന്നിൽ ഒരു 2 കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ എന്താണെന്നറിയോ? നമ്മൾ മടുത്തു പോകും. നമ്മൾ ഈ തല പൊളിയുന്ന പോലെ പണിയെടുക്കുന്നു, നമ്മുടെ നടുപൊടിയുന്ന പോലെ പണിയെടുക്കുന്നു, ഒരുപാട് അധ്വാനിക്കുന്നു. തീർച്ചയായിട്ടും നമ്മൾ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഭൗതികമായിട്ടൊക്കെ അധ്വാനിക്കുമ്പോൾ നമുക്ക് മടുപ്പ് തോന്നാം. അങ്ങനെ മടുപ്പ് തോന്നുമ്പം ഇത് ഇന്ന് വേണ്ട, നാളത്തേക്ക് ചെയ്യാമെന്നൊക്കെ തോന്നും.
അങ്ങനെ മടുത്തു കഴിയുമ്പോൾ, മടുപ്പ് തോന്നുമ്പോൾ നമുക്ക് ഉഷാറ് നൽകേണ്ട, നമുക്ക് പുതിയ ജീവൻ നൽകേണ്ട ഒരു വലിയ കാര്യം ഈശോ പറയുന്നുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 11-ാമത്തെ അധ്യായത്തിൻ്റെ 28-29 വാക്യങ്ങളിൽ ഈശോ പറയുന്നുണ്ട്, മടുത്തു പോയവരോട്, ക്ഷീണിച്ചു പോയവരോട്, തളർന്നവരോട് ഈശോ പറയാണ്, അധ്വാനിക്കുന്നവർ, ഭാരം വഹിക്കുന്നവരായ നിങ്ങളെല്ലാവരും ഇങ്ങോട്ട് പോരും, എൻ്റെ അടുത്തേക്ക് വാ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ശരീരം മടുത്തു, മനസ്സും മടുത്തു, ചിന്തകളും മടുത്തു എന്നൊക്കെ പറഞ്ഞ് അവിടെ ചടഞ്ഞു കുടഞ്ഞിരിക്കാതെ ഈശോയുടെ അടുത്തേക്ക് ചെല്ലുക. ഒരു ദിവസത്തിൻ്റെ അധ്വാനത്തിന് ശേഷം ഒരു കുറച്ച് സമയം തമ്പുരാൻ്റെ കൂടെ ഇരിക്കുക.